അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം മാതാപിതാക്കളുടെ മഹത്വവും ഉസ്താദുമാരുടെ ഗുരുത്വവും വരുത്തും. നമ്മുടെ മാതാപിതാക്കൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാമോ? ഒരു ഉമ്മ പ്രസവ വേദന 10 മാസം ഒരു കുട്ടിയെ വയറ്റിൽ ചുമന്നുകൊണ്ട് പ്രസവിക്കുകയും പിന്നീട് അവൻ വേണ്ട ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവൾക്ക് വേണ്ട ആഗ്രഹങ്ങൾ എല്ലാം സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് ഇപ്പോൾ നമ്മുടെ സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഒരു ഉമ്മയെ നമ്മൾ വൃദ്ധസദനത്തിലേക്ക് തള്ളി വിടുകയാണ്. ഇപ്പോ ഭാര്യ ഭർത്താവിനോട് ഭാര്യ പറയുകയാണ്, ഉമ്മാനെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, സ്വഭാവം കൊള്ളൂല, അങ്ങനെ പറഞ്ഞാൽ അപ്പൊ തന്നെ ഭർത്താവ് പോയിട്ട് എന്നാലേ വണ്ടി എടുത്ത് പോവാ, നേരെ വൃദ്ധസദനത്തിലേക്ക് പോവാ. ഇത് ആരൊക്കെയും കണ്ടാ സഹിക്കോ? എന്നിട്ട് പറയാം ഉമ്മ നമ്മളെ വീട് മാറി പോവാണ്. എന്നിട്ട് ഉമ്മാനെ വൃദ്ധസദനത്തിൽ കൊണ്ട് ആക്കിയിട്ട് തിരിച്ചു വരും. മോനും ഭാര്യ ഹാപ്പി, ഉമ്മ വഴിവരുത്തി. എങ്ങനെ ഇരിക്കണം? പിന്നെ ഒരു സ്ത്രീ ആയാലും നമ്മൾ ഉമ്മാന്റെ പാപ്പാന്റെ വില അറിയാണ്ട് ഒളിച്ചോടി പോകുന്നു. അങ്ങനെ എത്ര സംഭവങ്ങൾ നടന്നു, നമുക്ക് തന്നെ അറിയാം. കുറെ സംഭവം നടന്നിട്ടുണ്ട്. ഉസ്താദുമാരെന്ന് പറഞ്ഞാല് കുരുത്തവും പൊരുത്തവും ഇല്ലെങ്കിൽ അവൻ ജീവിതത്തിൽ പിന്നെ മരിച്ചാൽ മതി, തൂങ്ങി മരിച്ചാൽ ഉസ്താദുമാര് പൊരുത്തമില്ലെങ്കിൽ. ഉസ്താദുമാരുടെ ഇപ്പൊ ഒരാള് ഉസ്താദുമാരെ അടിച്ചിട്ടോ അല്ലെങ്കിൽ ചാടിപ്പോയി ഉസ്താദുമാരെ പൊരുത്തൊന്നും വാങ്ങില്ല, ഉസ്താദിനെ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടൊക്കെ പോയാൽ പിന്നെ അവൻ ജീവിതത്തിൽ രക്ഷപ്പെടില്ല. ഉറപ്പാണ് കാര്യത്തിൽ. സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ചരിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം. അല്ലാഹു തആല നമ്മുടെ ഉമ്മാന്റെ വാപ്പാന്റെയും ഉസ്താദുമാരുടെ എല്ലാവരെയും ഗുരുത്വവും പൊരുത്തവും കിട്ടി മരിക്കുവാനും ജീവിതത്തിൽ ഒരു ഖൈർ ഉണ്ടാകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.